ഈ ഗുരുവചനങ്ങളെ, ഗുരുതത്വങ്ങളെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുകയും കേൾക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുന്നിടത്താണ്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളാണ്, ദുരിതമാണ്, എന്നും വഴക്കാണ്, എന്നും കോലാഹലമാണ് എന്നൊക്കെ പറയാറില്ലേ. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കുടുംബാന്തരീക്ഷത്തിലേക്ക്, 4 പേരടങ്ങുന്ന കുടുംബാംഗങ്ങൾക്കിടയിലേക്ക് ഗുരുവിനെ പ്രതിഷ്ഠിച്ചാൽ, ഗുരുവിൻ്റെ വചനങ്ങളെ ആശയവിനിമയം നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ വീട്ടിലുള്ളൂ. പകരം നമ്മളായിട്ട് ഒന്നും മാറാതെ അത് ഭഗവാൻ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പൂജാദികൾക്ക് പുറകെ പോവുകയാണ്. പൂജ വേണ്ടെന്നല്ല, പൂജ നല്ലതാണ്. പക്ഷെ നമ്മൾ എത്ര പൂജിച്ചാലും നമ്മൾ മാറാത്തിടത്തോളം കാലം നമ്മുടെ വീട്ടിലൊരു മാറ്റം ഉണ്ടാവില്ല. ചില ആളുകള് വീടൊക്കെ വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവരോട് ചോദിക്കും, നല്ല വീടായിരുന്നല്ലോ, നല്ല റോഡരികിലായിരുന്നല്ലോ, നല്ല തെങ്ങുകൾ, കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ അത് വിറ്റതെന്ന് ചോദിക്കാൻ പറയാം, താമസിക്കാൻ കൊള്ളൂല സ്വാമിനി. അങ്ങനെ ഒന്നുണ്ടോ? ഒരിടത്ത് നിന്ന് വേറിടത്തേക്ക് പോകുമ്പോ നിങ്ങൾ തന്നെയല്ലേ അങ്ങോട്ട് പോണത്, നിങ്ങൾ തന്നെയല്ലേ അവിടെയും കലഹം ഉണ്ടാക്കുന്നത്, നിങ്ങൾ തന്നെയല്ലേ അവിടെയും വഴക്കുണ്ടാക്കുന്നത്. ജീവനില്ലാത്ത വീട് എന്ത് ചെയ്തു, ജീവനില്ലാത്ത സ്ഥലം എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾക്ക് മാറാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കും. ഇവിടെ ഈ പറവൂര് ഈ ഭാഗത്ത് താമസിച്ചത് കൊണ്ടാണ് ഞാൻ ഗതി കിട്ടാത്തത്, അല്ലെങ്കിൽ അവിടെ നിൽക്കും വീട് വെച്ചത് കൊണ്ടാണ് ഗതി കിട്ടാത്തത്. അയ്യോ, കിഴക്കോട്ട് ദർശനം വേണമെന്ന് പറഞ്ഞു, ഇത് പടിഞ്ഞാട്ട് ദർശനം, അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ ഒന്നും നടക്കാത്തത്. ഇതിന്നൊക്കെ തന്നെ മുക്തമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഗുരുദേവ ദർശനം യഥാർത്ഥമായിരിക്കുന്ന ആധ്യാത്മികത എന്താണ് എന്നാണ്. അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ ക്ഷേത്രമുണ്ട്, അവിടെ പൂജയുണ്ട്, അവിടെ ആരാധനയുണ്ട്, എല്ലാമുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതിനൊപ്പം നമ്മൾ മാറേണ്ടുന്ന നിരവധിയായ സംഗതികളുണ്ട്. അത് മാറ്റാതെ ഇത് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഗുരുവിൻ്റെ വചനങ്ങളെ വായിക്കുന്ന ഒരച്ഛൻ, ഗുരുവിനെ കേൾക്കുന്ന ഒരച്ഛൻ, ആ അച്ഛൻ പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി കേട്ടിരിക്കും. കാരണം എന്താ അറിയോ, അവൻ്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനാണ്. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും കഴിഞ്ഞിട്ട് മാത്രമാണ് അവന് ലോകത്തുള്ള വേറെ ആരുമുള്ളൂ. ഒരു 10-12 വയസ്സ് വരെ കുട്ടികൾ അങ്ങനെയാണ് വളരുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഫയൽമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ അച്ഛനാണെന്ന് പറയും. ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ അമ്മയാണെന്ന് പറയും. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയും ലോകത്തെ ഏറ്റവും വലിയ ശക്തനുമാണ് എന്ന് കുട്ടികൾ വിശ്വസിക്കുന്ന പ്രായമാണ് ചെറുപ്പം എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അറിയേണ്ടുന്ന ആചാര്യന്മാരെ കുറിച്ച് എത്ര നല്ല വാക്കുകൾ ഈ സമൂഹത്തിൽ മധുരമഴ പൊഴിയിച്ചിട്ട് ഓരോ ഋഷിമാര് കടന്നു പോയിട്ടുണ്ട്. മക്കളെ മിനിമമെങ്കിലും ഒരു മിനിമം പരിചയപ്പെടുത്തൽ ഗുരു ആരാണ് എന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുരുധർമ്മ പ്രചരണം നിങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആ ഗുരുധർമ്മ പ്രചരണമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ സാന്നിധ്യമൊന്നും വലിയ ആവശ്യമില്ല. അതൊരു ജൈവികമായിരിക്കുന്ന ഒരു ചാക്രികതയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിച്ചിരുന്ന മോളാണ്, ഇപ്പൊ എന്ത് പറയുമ്പോഴും തറുതലയാണ് എന്ന് പറഞ്ഞല്ലോ. അമ്മയും ജൈവികമായി മാറിപ്പോയി, മകളും ജൈവികമായുള്ള മാറ്റത്തിലൂടെ കടന്നു പോവാണ്. പലവിധമായിരിക്കുന്ന ഹോർമോൺ പ്രശ്നങ്ങളുണ്ട്. ഒരാൾ പണ്ടെല്ലാം അനുസരിച്ചു വിചാരിച്ച് ഇപ്പം അനുസരിക്കാതിരിക്കുന്നത് അവരുടെ ഉള്ളിലെ ചില ജൈവികമായ മാറ്റങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്
കുട്ടികളെ അതിനനുസരിച്ച് വാർത്തെടുക്കുവാനും അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുവാനും അതിനനുസരിച്ചുള്ള സ്നേഹം കൊടുക്കുവാനും ഒക്കെ നമ്മൾ രക്ഷിതാക്കൾക്ക് കഴിയുന്നത്. അത് നമ്മുടെ ധർമ്മമാണ്. അവിടെയാണ് ഈ ഗുരുദർശനമാകുന്ന ആധ്യാത്മികതയെ, ഞാൻ ആരാണ് എന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുമുള്ള തിരിച്ചറിവിനെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള വേദികളിൽ വന്നിരുന്ന് നിങ്ങൾ അറിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴാണ് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുള്ളൂ. ചില ആളുകളോട് മണിക്കൂറുകളോളം സംസാരിച്ചാലും അവരിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല. ഹിന്ദു രക്ഷാ